ശ്രമത്തിലാണ്. കരിയറിൽ ശക്തമായ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് നടൻ ദിലീപ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായ ശേഷം ദിലീപ് സിനിമാ രംഗത്ത് ഇനി വീണ്ടും ശോഭിക്കാനാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ദിലീപിൻ്റെ സ്വകാര്യ ജീവിതം വലിയ തോതിൽ ചർച്ചയായതാണ്. മഞ്ജു വാര്യറുമായുള്ള വിവാഹമോചനം, കാവ്യയുമായുള്ള രണ്ടാം വിവാഹം എന്നിവയെല്ലാം ചർച്ചയായി. ഒരിക്കൽ മഞ്ജുവുമായി പിരിഞ്ഞതിനെക്കുറിച്ചും പുറത്തുവന്ന ഗോസിപ്പുകളെക്കുറിച്ചും സംസാരിച്ച് മാധ്യമപ്രവർത്തകൻ നികേഷ് കുമാറിന് ദിലീപ് നൽകിയ അഭിമുഖമാണ് വീണ്ടും ശ്രദ്ധേയമാകുന്നത്. അന്ന് ദിലീപ് കാവ്യയെ വിവാഹം ചെയ്തിട്ടില്ല. എത്ര വലിയ സുഹൃത്താണെങ്കിലും ചേർത്ത് വെച്ച് ഇത്തരത്തിൽ ഗോസിപ്പുകൾ വരുമ്പോൾ കാവ്യ വിളിച്ച് തെറി പറയാറില്ലേ എന്ന് നികേഷ് കുമാർ ചോദിച്ചപ്പോൾ ദിലീപ് മറുപടി നൽകി. വേറെ ആളുകൾ ഗോസിപ്പ് പറയുന്നതിന് എന്നെ എന്തിനാണ് തെറി പറയുന്നത്? ജീവിതത്തിൽ അത്രയും പാവമായവരിൽ എടുത്തു പറയേണ്ട ആൾ തന്നെയാണ് കാവ്യ. എൻ്റെ പേരിൽ ബലിയാടായിക്കൊണ്ടിരിക്കുകയാണെന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. കാവ്യയാണ് എൻ്റെ കുടുംബജീവിതം തകർത്തതെന്ന സംസാരമുണ്ട്. കാവ്യയല്ല വിഷയം. കാരണം കാവ്യയും ഞാനും തമ്മിലുള്ള ഗോസിപ്പ് തുടങ്ങിയിട്ട് 13-14 വർഷമായി. അമ്പെയ്യുന്നവർ ഒരിക്കലും ചിന്തിക്കാത്തത് അവരുടെ വീട്ടിലും സഹോദരിയുണ്ട്, അവർക്കിങ്ങനെ സംഭവിച്ചാലോ എന്നാണ്. പല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. നയൻതാര, മമത, അമല, മീര ജാസ്മിൻ തുടങ്ങിയവരെല്ലാം. അതുപോലെ അതിനേക്കാൾ അറ്റാച്ച്ഡായ ആളാണ് കാവ്യ. കാരണം അത്രയും വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് സിനിമകൾ ചെയ്തു. കാവ്യയല്ല വേർപിരിയലിന് കാരണമെങ്കിൽ പിന്നെ എന്ന് ഒരു ചോദ്യമുണ്ട്. നമ്മളെടുത്ത തീരുമാനം തന്നെയാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മരിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല ആരും. എല്ലാവരും സന്തോഷമായി ജീവിക്കട്ടെ. മാത്രവുമല്ല, മഞ്ജു നല്ല നടിയാണ്. മഞ്ജുവിൻ്റെ കരിയറുമായി മുന്നോട്ട് പോകുന്നു. മഞ്ജു എൻ്റെ മകൾ മീനാക്ഷിയുടെ അമ്മ കൂടിയാണ്. ആ മാന്യത കൂടി ഞാൻ കണക്കാക്കണം. അതുകൊണ്ട് വലിയ വിവാദമുണ്ടാകാനോ പ്രശ്നങ്ങളിലേക്ക് എനിക്ക് താല്പര്യമില്ല എന്ന് ദിലീപ് അന്ന് പറഞ്ഞു.